ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ അധ്യായത്തിലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സെക്കൻഡറി ഘട്ടത്തിൽ 8, 9, 10 എന്നീ ക്ലാസ്സുകൾ ഉൾപ്പെടുന്നു. മിക്ക വിദ്യാർത്ഥികൾക്കും ഇത് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടമാണ്. അധികം കുട്ടികളും 10ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തുന്നതായിട്ട് കാണാൻ പറ്റും. തുടർന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ 10ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിനെ തുടർന്നുള്ള പഠനത്തിന് പോവാത്ത കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ കാലഘട്ടം, ഈ 8, 9, 10 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം പഠനത്തിൻ്റെ തന്നെ, വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു അവസാന ഘട്ടമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഒരു പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, കുട്ടികളുടെ ബുദ്ധിശക്തി, അഭിരുചി, താല്പര്യങ്ങൾ എന്നിവയിലെ വ്യക്തിഗത വ്യത്യാസത്തെ ഇത് അവഗണിക്കുന്നു. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളും ഒരേപോലെയുള്ള താല്പര്യങ്ങളും ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ കുട്ടിക്കും അറിവ് നേടേണ്ടതും, ഓരോ കുട്ടിയുടെയും കഴിവുകളും ഓരോ കുട്ടിക്കുമുള്ള പ്രവർത്തന രീതികളും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു സത്യം ഇവിടെ മറന്നു പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം 8, 9, 10 എന്നുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു കാലഘട്ടം എല്ലാ കുട്ടികളെയും ഒരുപോലെ, കുട്ടികളുടെ വ്യത്യസ്തതകൾ മനസ്സിലാക്കാതെ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ വ്യത്യസ്തതകളെ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ, അവരുടെ ബുദ്ധിശക്തി പരിഗണിക്കാതെ എല്ലാ കുട്ടികൾക്കും എല്ലാ വർക്കുകളും ഒരുപോലെ ചെയ്യാനുള്ള കഴിവുണ്ടായെന്ന് വരില്ല. എല്ലാ കുട്ടികളുടെയും അഭിരുചികൾ ഒരുപോലെ ആയിരിക്കില്ല, അവരുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെ ഈ ഒരു എഡ്യൂക്കേഷൻ, ഈ ഒരു കാലഘട്ടം 8, 9, 10 എന്നുള്ള കാലഘട്ടം അവഗണിക്കുന്നതായിട്ട്, അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ, സെക്കൻഡറി വിദ്യാഭ്യാസം പുസ്തകാധിഷ്ഠിതവും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വേർപെട്ടതുമാണ്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ബുക്ക് വായിക്കുക, പഠിക്കുക, മനഃപ്പാഠമാക്കുക, അത് വെച്ച് ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുക, ഈ രീതിയിലേക്ക് കാണാതെ പഠിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയിലേക്ക്, പുസ്തകം കാണാതെ പഠിച്ച് പുസ്തകം മനഃപ്പാഠമാക്കി പോകുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഈ ഒരു മേഖല പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രവർത്തികളും ചെയ്യാനും അതിലേക്ക് അനുഭവപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കാതെ ഒരു പുസ്തകം തിയറിറ്റിക്കലായിട്ട് ഒരു പുസ്തകം വായിച്ച് പഠിക്കുക, അതിൻ്റെ പരീക്ഷകൾ എഴുതുക, ഈ രീതിയിൽ ആണ് ഇവിടെ പഠനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കൊരു കൂടുതലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവൻ്റെ വ്യത്യസ്തങ്ങളായ കഴിവുകളെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള താല്പര്യങ്ങളെയും ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല ഈ ഒരു 8, 9, 10 ഈ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പുസ്തകത്തിന് ഓവറായിട്ട്, അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കുക, അത് മുഴുവൻ പഠിച്ചാൽ തന്നെ കുറച്ച് പരീക്ഷയ്ക്ക് വരുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പോരായ്മ തന്നെയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു പോരായ്മ, സെക്കൻഡറി ഘട്ടത്തിൻ്റെ മൂന്നാമത്തെ ഒരു പോരായ്മ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ടൈം ടേബിളിൻ്റെ ഒരു കാഠിന്യമുണ്ട്. ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ ഭാഗത്ത് പരീക്ഷണത്തിനും ഗവേഷണത്തിനും സാധ്യതയില്ല. ഇപ്പോൾ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്രയും സമയം ഈ വിഷയം, അങ്ങനെയൊക്കെ വെച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാഠിന്യം, ഇത്ര സമയം കൊണ്ട് ചിലപ്പോൾ ആ വിഷയത്തിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് എത്താൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പരീക്ഷണങ്ങളും ഒരു വിപുലമായിട്ടുള്ള പഠന രീതികളിലേക്കൊന്നും പോകാനുള്ള സമയമില്ല. കാരണം ഇത്രയും സമയത്തിനുള്ളിൽ ഇത് പഠിപ്പിച്ചു തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് കൂടുതൽ അറിവുകളും കാര്യങ്ങളൊക്കെ നൽകുന്നതിന് കഴിയാതെ പോകുന്നു.
അപ്പോൾ അധ്യാപകന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികളെ എന്തിനൊക്കെ പഠിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ കുട്ടികളെ വിഷയം പഠിപ്പിച്ച് വിടുക എന്നതിനപ്പുറം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങി ചെന്ന് കൂടുതൽ ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നില്ല. തീർത്തും ടൈം ടേബിളിന് വേണ്ടി മാത്രം, ടൈം ടേബിൾ നോക്കി മാത്രം ആ ഒരു രീതിയിൽ പോകുന്നൊരവസ്ഥ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ടും അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, നിലവിലെ സെക്കൻഡറി വിദ്യാഭ്യാസം ഒരു സമ്പൂർണ്ണ യൂണിറ്റ് അല്ല. ഇത് പൂർണ്ണമായും അക്കാദമിക് ആയതുകൊണ്ട് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ ഒരാൾക്ക് ഉടനെ തന്നെ ഒരു തൊഴിൽ നേടാൻ കഴിയില്ല. നമുക്കറിയാം, ഈ 8, 9, 10 എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള സമയം അതൊരു സമ്പൂർണ്ണമാവുന്നില്ല, പരിപൂർണമാവുന്നില്ല. ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടും അല്ലെങ്കിൽ തൊഴിൽ നേടാൻ കഴിയും എന്നുള്ള ഒരവസ്ഥയിലേക്കൊന്നും കുട്ടികൾക്ക് എത്താൻ കഴിയുന്നില്ല. ഇനി അത് പരിപൂർണമല്ല, ഇനിയും തുടർന്ന് പഠിച്ചാൽ മാത്രമേ ഒരു ജോലിയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി പിന്നെയും ഒരുപാട് ഉന്നത പഠനം, പിന്നെയും ഒരുപാട് പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ഒരു നിലയിലെത്താൻ വേണ്ടി, ഒരു തൊഴിലെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതൊരു പരിപൂർണമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാവരും പോകുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാവരും പോകാൻ വേണ്ടി ഉള്ള ഒരു സാധ്യത ഇതിന് ഒരുപാട് കൂടുതലാണ്. ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സെക്കൻഡറി തലം എത്തുന്നില്ല. അത് പരിപൂർണമല്ല, അത് പൂർണ്ണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇത്രയും പഠനം കഴിഞ്ഞാലും, ഇത്രയും വർഷം ഒരു വിദ്യാർത്ഥി പഠിച്ചാലും എവിടെയും എത്തുന്നില്ല. ഇനിയും ഒരുപാട് അവൻ പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ അവൻ ആയിത്തീരാൻ പറ്റൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യത ഇവിടെ കൂടുതലാണ്. ഇതിനൊരു പരിപൂർണമായിട്ടുള്ള രീതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 5ാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, മെട്രിക്കുലേഷൻ തലത്തിൽ കൂട്ടപരാജയങ്ങൾ കാരണം ധാരാളം കൊഴിഞ്ഞു പോക്കുണ്ട്. ഇവിടെ എല്ലാവരും വിജയിക്കുന്നില്ല, പരീക്ഷയൊക്കെ എഴുതി എല്ലാവരും വിജയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ സംഭവിച്ച് തുടരാൻ കഴിയാതെ എല്ലാവരും പഠനമൊക്കെ പഠിത്തം നിർത്തി ഒഴിവാക്കി മടുത്തു പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത അത്രയും പുസ്തകത്തിൻ്റെ ഒരു ബാഹുല്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ, എന്നാൽ ഈ പഠിച്ചെല്ലാം പരീക്ഷയ്ക്ക് വരുന്നുമില്ല. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഏതാണ് പരീക്ഷയ്ക്ക് വരാമെന്നറിയാതെ, എല്ലാം പഠിക്കാൻ കഴിയാതെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോകൽ എന്ന് പറയുന്നൊരവസ്ഥ, പഠനം നിർത്തി പോകുന്ന അവസ്ഥ, പരാജയങ്ങൾ കൊണ്ട് പോകുന്ന ഒരവസ്ഥ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു പിന്നിലായിട്ടുണ്ട്. 6ാമത്തെ ഒരു വിഷയം, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരീക്ഷകൾക്കാണ് മുൻതൂക്കം. വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനല്ല, മറിച്ച് പരീക്ഷ പാസ്സാകാനാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം. ഇവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് പരീക്ഷ പാസ്സാവുക, പുസ്തകം പഠിക്കാനുള്ളത് പഠിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി ജയിക്കുക എന്നതിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ കൂടുതൽ വ്യക്തിത്വ വികസനത്തിനും കഴിവുകളെ വികസിപ്പിക്കാനും ഒരു നല്ലൊരു നിലയിലെത്താനും ഒന്നുമുള്ള ആ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നൽകുന്നില്ല. ഇതിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ച് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പരീക്ഷ, ഓരോ വിഷയത്തിനും പരീക്ഷകൾ ഉണ്ടാവുമല്ലോ, ഈ പരീക്ഷ പാസ്സാവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അല്ലാതെ കൂടുതൽ വികസനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയല്ല കുട്ടികൾ പഠിക്കുന്നത്. പരീക്ഷ ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സബ്ജക്റ്റ് അവർക്ക് പഠിക്കാനുണ്ടാകുന്നു. അപ്പോൾ ഈ പഠനത്തിനാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ പഠിച്ച് പാസ്സാവുക, പരീക്ഷ എങ്ങനെയൊക്കെ ജയിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരീക്ഷ ഒന്ന് ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് കുട്ടികളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. വികസനങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പരീക്ഷ എഴുതുക, പരീക്ഷ പാസ്സാവുക എന്നുള്ളതിനാണ്. അടുത്തതായിട്ട് 7ാമത്തെ പ്രശ്നം, താഴ്ന്ന പദവിയും ശമ്പളവും മൂലമാകാം ഈ സമ്പ്രദായം അനുയോജ്യരായ അധ്യാപകരെ ആകർഷിക്കാത്തത്. അപ്പോൾ ഇവിടെ കൂടുതൽ നല്ല അനുയോജ്യരായിട്ടുള്ള യോഗ്യതകളുള്ള അധ്യാപകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് താഴ്ന്ന പദവി, അത്ര വലിയ പദവിയൊന്നുമില്ല, അതേപോലെ ശമ്പളവും അത്ര കൂടുതലൊന്നുമല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ അധ്യാപകർ ഇതിലേക്ക് വരാത്തൊരവസ്ഥ. ഈ ഒരു മേഖലയിലേക്ക്, സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ മേഖലയിലേക്ക് കൂടുതൽ അധ്യാപകർ കടന്നു വരാത്തതിൻ്റെ
ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സെക്കൻഡറി എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകളെ പറ്റിയും അതിൻ്റെ ചില പോരായ്മകളെ പറ്റിയൊക്കെ മനസ്സിലാക്കി. അടുത്തതായിട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഇതിന് ശേഷം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിന് ശേഷമുള്ള പഠനമാണ്. ഈ ഘട്ടം 1991 വരെ കോളേജുകളുമായി പ്രീ ഡിഗ്രി കോഴ്സായി ബന്ധിപ്പിച്ചിരുന്നു. പണ്ടൊക്കെ +1 ഒക്കെ പോകുന്നവർ പ്രീ ഡിഗ്രി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കോളേജുകളിലായിരുന്നു. കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പണ്ട് നമ്മുടെ +1 വിഭാഗം, +1 +2 അറിയപ്പെട്ടിരുന്നത് ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടുള്ളവരൊക്കെ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ അറിയപ്പെട്ടിരുന്നത്, ഈ ഒരു മേഖല അറിയപ്പെട്ടിരുന്നത് പ്രീ ഡിഗ്രി എന്നായിരുന്നു. ഡിഗ്രിയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. ഇപ്പോൾ 10 +2 +3 പാറ്റേണിൻ്റെ +2 ഘട്ടം സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു +2 ഘട്ടം സ്കൂളിലേക്ക് മാറ്റിയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ്, ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ചില ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ലൈബ്രറികൾ, ലബോറട്ടറികൾ തുടങ്ങിയ മതിയായ സൗകര്യങ്ങൾ നൽകാതെ നിരവധി ഹൈസ്കൂളുകളെ വേഗത്തിൽ തന്നെ സെക്കൻഡറി സ്കൂളുകളാക്കി മാറ്റി. അതുകൊണ്ട് സീനിയർ സെക്കൻഡറി വിദ്യാഭ്യാസം വിജയിച്ചിട്ടില്ല. എന്ത് ചെയ്തു, ഇവർ അധികം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഒരുപാട് ഹൈസ്കൂളുകളായിരുന്ന സ്കൂളുകൾ അതിനെ കുറച്ചുകൂടെ കൂട്ടിയിട്ട്, ഹൈസ്കൂൾ എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടി സെക്കൻഡറി സ്കൂളാക്കി മാറ്റി. അങ്ങനെ പെട്ടെന്ന് തന്നെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വന്നതുകൊണ്ട് ഒരു പഠനം കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സൗകര്യങ്ങളും എന്തിനാവശ്യമാണ്, ഒരു +1 കാലഘട്ടത്തിന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഹൈസ്കൂളുകളെ പിടിച്ച് ഈ രീതിയിൽ മാറ്റിയതുകൊണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, മികച്ച കെട്ടിടങ്ങൾ, ഇതിനു വേണ്ടി ഈ ഒരു സെക്കൻഡറി നമ്മുടെ +1 +2 ഘട്ടത്തിന് വേണ്ടി മികച്ച കെട്ടിടങ്ങളും അതേപോലെ നല്ല അധ്യാപകരും അങ്ങനെയൊക്കെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ പരിശ്രമങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപര്യാപ്തത, അതിൻ്റെ ഒരു കുറവ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട്, ഈ പദ്ധതിയോട് മാതാപിതാക്കൾ നിസ്സംഗരാണ്. അവർക്കൊരു സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആശയം ശരിക്കും മനസ്സിലായിട്ടില്ല. ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് എന്താണ് ഈ സീനിയർ സെക്കൻഡറി സ്കൂൾ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു വിദ്യാഭ്യാസം നടത്തേണ്ടതായിട്ടുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഇങ്ങനെയുള്ളൊരു സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നാലാമതായിട്ട് അടുത്തൊരു പോരായ്മ, സീനിയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് യോഗ്യത നേടുന്നവർക്ക് കൂടുതൽ പരിശീലനം കൂടാതെ ഉപയോഗപ്രദമായ ജോലി നൽകാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ തന്നെയും ഈ ഒരു യോഗ്യത നമ്മൾ നേടി പാസ്സായി വന്നാൽ തന്നെയും ഒരു ജോലി കിട്ടണമെങ്കിൽ, ഒരു ജോലിയിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് ട്രെയിനിങ്, ഒരുപാട് പരിശീലനം, ഒരുപാട് കോഴ്സുകൾ ഇനിയും ചെയ്താൽ മാത്രമേ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെയും ആ ജോലി എന്ന് പറയുന്ന ഒരു ആവശ്യം, അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നേടിയാൽ തന്നെയും പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റില്ല. ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും പിന്നെയും ഒരുപാട് പഠനം നടത്തിയാൽ മാത്രമേ ഒരു ജോലിയിലേക്കും ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റൂ എന്നുള്ളതും ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോരായ്മയാണ്, ഒരു ലിമിറ്റേഷനാണ്. ഇത്രയുമാണ് ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തായിട്ട് നമുക്കിനി അടുത്തൊരു മേഖലയിലേക്ക് പോവാം. നമ്മൾ +2 കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം. നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോളേജ് എത്തി. ഉന്നത വിദ്യാഭ്യാസം എന്താണ്? ഈ ഉന്നത വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് പൊതുബിരുദങ്ങളിലേക്ക് നയിക്കുന്ന അക്കാദമിക് സ്ട്രീമുകളിലെ സർവകലാശാലാ വിദ്യാഭ്യാസത്തെയാണ് സാധാരണയായി പറയുന്നത്. എൻജിനീയറിംഗ്, മെഡിക്കൽ, കാർഷികം തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ, എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ ചെയ്യുന്നത്. അത്
ബിരുദങ്ങൾ ഡിഗ്രി ലെവൽ ഒക്കെ നേടി പാസ്സായി വരുന്ന ആ ഒരു രീതിയിൽ ബിരുദങ്ങൾ നേടുന്നതിലേക്ക് സർവകലാശാലകളിൽ പോയിട്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് നമ്മൾ കോളേജുകളിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു രീതിയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻജിനീയറിംഗ്, മെഡിക്കൽ, കാർഷികം തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണലായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബി.എഡൊക്കെ അങ്ങനെയുള്ള രീതിയിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന കോഴ്സുകളൊക്കെ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി 10ാം ക്ലാസ്സും കഴിഞ്ഞു, +2 കഴിഞ്ഞു, അതിനുശേഷം അവൻ കോളേജിലേക്ക് അല്ലെങ്കിൽ അവൾ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഈ കോളേജിൽ പോയി പഠിക്കുന്ന ആ ഒരു അവസ്ഥ, ബിരുദങ്ങൾ നേടാൻ വേണ്ടി, ജോലിയൊക്കെ നേടാൻ വേണ്ടിയൊക്കെ പഠിക്കുന്ന ആ ഒരു രീതിയാണ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ഉന്നത പഠനം, ഉന്നത പഠനത്തിന് വേണ്ടി പോയി എന്നൊക്കെ പറയുന്നത്. ലിമിറ്റേഷൻസ്, ഈ ഉന്നത പഠന മേഖലയും പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാൻ കഴിയില്ല, അതിനും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പുതിയ കോളേജുകളിൽ മിക്കതിലും ഫലപ്രദമായ അധ്യാപനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങളില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന കോളേജുകളിൽ, അധികം കോളേജുകളിലും നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് അധ്യാപനം നടത്താൻ വേണ്ടിയുള്ള ഒരു മിനിമം സൗകര്യങ്ങളില്ല, സൗകര്യങ്ങൾ കുറവായിട്ടുള്ളൊരവസ്ഥയുണ്ട് കോളേജുകളിൽ. അത് നമുക്കറിയുന്ന കാര്യമാണ്. അധികം കോളേജുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്, അധ്യാപനത്തിനുള്ള കുറഞ്ഞ സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ട്രൂത്താണ്. അതേപോലെ പ്രവേശന നടപടിക്രമങ്ങളും ശാസ്ത്രീയമല്ല. പ്രവേശനത്തിന് വേണ്ടി ഇപ്പോൾ ഇവിടെ കോളേജിലൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള നടപടിക്രമങ്ങൾ, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നതിൻ്റെ ആ നടപടികൾ അതും അത്ര ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല, അത് ശാസ്ത്രീയമായിട്ടുള്ള രീതി പിന്തുടരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അനുയോജ്യമായ പാഠപുസ്തകങ്ങൾ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കോളേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ആ വിഷയങ്ങളുടെ പുസ്തകങ്ങൾ കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ PDF ഒക്കെ നോക്കി തിരഞ്ഞ് കഷ്ടപ്പെട്ട് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണ്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ പുസ്തകം കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുയോജ്യമായ പാഠപുസ്തകങ്ങളുടെ ഒരു കുറവ് ഈ മേഖലയിൽ, ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കോളേജ് പഠനത്തിൻ്റെ ഒരു മേഖലയിൽ ഈ ഒരു പ്രശ്നം, ശരിക്കും നല്ല പുസ്തകങ്ങൾ ആവശ്യത്തിന് പഠിക്കാനുള്ള പുസ്തകങ്ങളില്ല എന്നുള്ളത് ഒരു ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ആവശ്യമായ യോഗ്യതയുള്ളതും കഴിവുള്ളതുമായ അധ്യാപകർ കുറവാണ്. ഇവിടെയും അധ്യാപകരുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അധികം യോഗ്യതകൾ ശരിക്കും ഇപ്പോൾ നമുക്കറിയാം കോളേജൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള യോഗ്യതകളുള്ള അധ്യാപകരുടെ കുറവാണ്. അപ്പോൾ ഈ ചെറിയ യോഗ്യതയുള്ളവരെയൊക്കെ പിടിച്ച് അങ്ങ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ശരിക്കും നേരിടുന്നുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് അധ്യാപനം നടത്തുന്നതിന് വേണ്ടി ഇടത്തരം ജീവനക്കാരെയൊക്കെ നിയമിക്കുകയാണ്. അവർക്ക് ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ യോഗ്യതകളും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇവർ ശരിക്കും വിദ്യാർത്ഥികൾക്ക് ഒരു പഠനം നടത്തി കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല വരുന്നത്. അവരവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു ടീമാണ്. അങ്ങനെയുള്ളവരെ നിയമിക്കുന്ന ഒരവസ്ഥ ഈ കോളേജ് ഇതിലുണ്ട്. കാരണം ഇവർക്ക് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ എത്തുന്നതിനെ പറ്റിയൊന്നും ഇവർക്ക് ചിന്തയുണ്ടാവില്ല. അധികം ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഇടത്തരം ആളുകൾക്ക് ചിന്തയുണ്ടാവില്ല. അവർ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന്, വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ എത്തിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ഉന്നത പഠനത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റാൻ വേണ്ടി, ഇതിനൊക്കെ ഒന്ന് മാറ്റം വരുത്തണം, കുറച്ചുകൂടി ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത പഠനം, കോളേജ് പഠനം ഒന്ന് നന്നാവണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടി ഒന്ന് നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടി കുറച്ച് നിർദ്ദേശം പറയാൻ വേണ്ടി പറ്റുക നോക്കാം. നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു നിർദ്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് സജഷൻസ് എന്തൊക്കെയാണത്? ഒന്നാമതായിട്ട്, അഭിരുചിയും കഴിവുമുള്ള വിദ്യാർത്ഥികളെ മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശിപ്പിക്കാവൂ. മറ്റുള്ളവരെ പോളിടെക്നിക്കുകളിലേക്കും അതേപോലെ തൊഴിൽ പരിശീലനം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്കും അയക്കണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ്, ഇതിന് ഇത്രയും കഴിവും യോഗ്യതകളും അതിൻ്റെ താല്പര്യവും അഭിരുചിയും ഒക്കെ ഉള്ള വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശിപ്പിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ അത്രയും യോഗ്യതകളും കാര്യങ്ങളും താല്പര്യവും അഭിരുചിയും കഴിവും ഒന്നുമില്ലാത്തവരെ കുറച്ചുകൂടി കഴിവ് നേടാൻ വേണ്ടി അവർക്കത് പരിശീലനം ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പോളിടെക്നിക്കിലേക്കും അതേപോലെ പരിശീലനം നൽകുന്ന സെൻറ്ററുകളിലേക്കൊക്കെ അയക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു നിർദ്ദേശം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കറസ്പോണ്ടൻറ്റ് കോഴ്സുകളും പാർട്ട് ടൈം കോഴ്സുകളും സംഘടിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമ്മർദ്ദം, ഈ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന ആ ഒരു സമ്മർദ്ദമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മറ്റ് കറസ്പോണ്ടൻറ്റ് കോഴ്സുകൾ, പാർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നടത്തി ഇതിനെ ഒന്ന് ലഘൂകരിച്ച് ഇതിൻ്റെ ഒരു ആ ഒരു സമ്മർദ്ദത്തെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലളിതമാക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പാർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് മാറ്റം ഇതിന് വരുത്താൻ പറ്റും. മൂന്നാമതായിട്ട് അധ്യാപകരുടെ സേവന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അധ്യാപകർക്ക് അവരുടെ സാഹചര്യങ്ങൾ, അധ്യാപകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല മികച്ച സാഹചര്യം, അന്തരീക്ഷം ഒക്കെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മികച്ച സേവനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റാണ്, പുതിയ കോളേജുകൾ അനുവദിക്കുമ്പോൾ മിനിമം സൗകര്യങ്ങൾ ഉറപ്പാക്കണം. പുതിയ ഒരുപാട് കോളേജുകൾ അനുവദിച്ചുകൊണ്ട് കാര്യമില്ല. ഈ അനുവദിക്കുന്ന കോളേജിൽ എന്തുണ്ടാവണം, അവിടെ ആവശ്യമായിട്ടുള്ള ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ, ന്യായമായ രീതിയിലുള്ള ആവശ്യമുള്ള സൗകര്യങ്ങൾ മിനിമമെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരളവിലെങ്കിലും ഉറപ്പാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ സൗകര്യങ്ങളുടെ ഒരു കുറവ് ഉണ്ടാവില്ല. ഈ ഉന്നത പഠനമൊക്കെ നടത്തുമ്പോൾ അതിൽ ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ കോഴ്സിനും പ്രൊഫഷണൽ കോഴ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ആവശ്യമായിട്ടുള്ള കുറേ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുമല്ലോ. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ മിനിമമെങ്കിലും ഉറപ്പാക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് അഞ്ചാമത്തായിട്ട് അടുത്തുള്ള അഫിലിയേറ്റഡ് കോളേജുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു സർവകലാശാലയുടെ അധികാര പരിധിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സർവകലാശാല കേന്ദ്രങ്ങൾ, ഇവിടെ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മാർഗനിർദ്ദേശം കിട്ടാൻ വേണ്ടി ഈ സർവകലാശാല എവിടെയാണോ അതിൻ്റെ അധികാര പരിധി ഉണ്ടാവുമല്ലോ, ഓരോരോ സർവകലാശാലകൾക്കും ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആ ഒരു പരിധിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ആ പരിധിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതരം കേന്ദ്രങ്ങൾ തുടങ്ങുക. ഇവർക്ക് കോളേജുകൾക്ക് സർവകലാശാലയെ പറ്റിയുള്ള അറിവുകളും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി അവിടെ അടുത്ത് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.